ഹുവായിൻ്റെ ഫ്രീബഡ്സ് SE എന്ന മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് മൊബൈലുമായി എങ്ങനെ കണക്ട് ചെയ്യാം? നിങ്ങളെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഒരു QR കോഡ് ഉണ്ടാവും. ഒരു മിനി QR കോഡാണ്, താഴത്തായിരിക്കും. അതും നമ്മൾ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് ലിങ്ക് നമുക്ക് കിട്ടും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങളെ മൊബൈലിൽ ഗൂഗിൾ ലെൻസ് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഗൂഗിൾ ലെൻസ് ഉണ്ടാവും. അത് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഈ ബോക്സിൻ്റെ ബാക്കിലുള്ള QR കോഡിലേക്ക് മൊബൈൽ പിടിക്കുക, ഒരു ലിങ്ക് കാണിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹുവായിൻ്റെ മൊബൈലിലൊക്കെ ഉള്ള ആപ്പ് ഗാലറി ഇവിടെ കാണിക്കും. അതിൻ്റെ അകത്തൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ആ ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തായിട്ട് കാണിക്കും ഇൻസ്റ്റാൾ. അതിൽ ക്ലിക്ക് ചെയ്ത് പെർമിഷൻ റിക്വസ്റ്റ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ബാക്കിലോട്ട് എടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. 19 MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്, 90 MB ഉണ്ട്. ഇപ്പം നിങ്ങളിതെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ആപ്പ് ഗാലറി മൊബൈലിൽ ഡിസ്പ്ലേയിലായിട്ട് കാണിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ആക്കുക. അതിനുശേഷം ആപ്പ് ഗാലറി ഓപ്പൺ ആക്കിയതിന് ശേഷം മേളിലായിട്ട് സെർച്ചിലിതാ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യണം. ആപ്പ് ലൈഫ് ലൈഫ് അങ്ങനെ ഒന്നാണ് എഴുതിക്കുന്നത് കാണാം. ഹുവായിന്ന് ഫസ്റ്റ് എഴുതണം. ഇപ്പോൾ ഈ ഫസ്റ്റ് കാണിക്കുന്ന ബ്ലൂ കളറുള്ള അതല്ല, വേറൊന്നുണ്ട്. ലൈഫ് അങ്ങനത്തെ എഴുതിങ്ങാണ്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ആ ഒരു ആപ്പ് നമുക്ക് വൈഫൈ അങ്ങനത്തെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ബ്ലൂടൂത്ത് ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ എന്താ ഇൻസ്റ്റാൾ ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റും. എങ്ങനെ കണക്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ ആണ്. ഇൻസ്റ്റാൾ കൊടുക്കുക. അതിനുശേഷം ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഓപ്പൺ ആക്കുക. ഓക്കെ, അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ എഗ്രി എന്ന് കൊടുക്കുക ഫസ്റ്റ്. അതിനുശേഷം പെർമിഷൻ, ലൊക്കേഷനാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ടുള്ള മൈ ലൈഫ് എന്ന് കൊടുത്തുള്ളടത്ത് 0 ആണ്. കണക്ട് ചെയ്യാനായിട്ട് മേളിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സ്കാനിങ് നടക്കും. ആഡ് മാനുവലി എന്ന് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ താഴത്തുള്ള, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാറ്റഗറീസ് കാണിച്ചു, കുറേ ഡിവൈസുകൾ കാണിക്കും. നമുക്കറിയാത്ത കുറേ ഡിവൈസുകൾ, വൈഫൈൻ്റെ മോഡൽ അങ്ങനത്തൊക്കെയാണ്. വൈഫൈയുമായി കണക്ട് ചെയ്തത് വൈഫൈയിൽ എത്ര ആൾ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പറ്റും. അപ്പോൾ ഈ ഒരു ഡിവൈസ് എങ്ങനെ കണക്ട് ചെയ്യാം? ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഡിവൈസിൻ്റെ ബോക്സ് ഉണ്ടാവില്ലേ, പ്രൊഡക്റ്റിൻ്റെ ബോക്സ്, അതിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്ന എന്താണ്, ഹുവായി ഫ്രീബഡ്സ് SE. ഇത് ഇവിടെ കാണിക്കേണ്ട നോക്കുക. ഓക്കെ, ഇതേ നെയിം ആയിരിക്കും, ഇത് തന്നെ ആണെന്ന് നോക്കുക. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇതിൽ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ഡിവൈസുമേ ഇനി എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരും. നമ്പർ 1 സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഇത് ഓപ്പൺ ആക്കുക. സ്റ്റെപ്പ് 1 ഓപ്പൺ ആക്കിയതിന് ശേഷം സെക്കൻഡ് പാർട്ട് വരുന്നത് ആ ഒരു ഇതിൻ്റെ ഡിവൈസിൻ്റെ അകത്തുള്ള ഒരു സ്വിച്ച്, ഒരു ബട്ടൺമേ പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് പ്രസ് ചെയ്താൽ ഒരു വൈറ്റ് കളർ കാണിക്കും. നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ എന്ന് കാണിച്ചിരുന്നത് അവിടെ ഇപ്പോൾ ഒരു വൈറ്റ് കളറായിരിക്കണം. വൈറ്റ് കളറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആപ്ലിക്കേഷൻ്റെ അകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എനേബിൾ എന്ന് കാണിക്കും, എനേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ പെർമിഷൻ കൊടുക്കുക. ബ്ലൂടൂത്ത് ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഈ ബ്ലൂടൂത്ത് ഇപ്പോൾ മൊബൈലുമായി ഈ ഒരു ഡിവൈസുമായി കണക്റ്റായി കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ കളർ കാണിക്കും. ആ കണ്ടില്ലേ, ആ ഒരു ഡിവൈസുമ്പോൾ ഗ്രീൻ കളർ കാണിച്ചാൽ ഉടനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ഇത് ക്ലോസ് ആക്കുക. അതിനുശേഷം ഇവിടെ ഡിവൈസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ ഒരു ഡിവൈസ് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിൻ്റെ എല്ലാ സർവീസുകളും അങ്ങനത്തെ ഓരോ ബഡ്സിൻ്റെയും 2 ഭാഗത്തുള്ള നമ്മൾ 2 ചെവിയിൽ വെക്കണതിൻ്റെയും ചാർജുകൾ എത്രയുള്ളതെന്ന് ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്തതോടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ കണക്റ്റിങ് ചെയ്യാൻ പറയും. കണക്റ്റിങ് ചെയ്യാൻ ആ കണക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ആ ഓരോ ബഡ്സിൻ്റെയും ചാർജുകൾ എത്ര, അതുപോലെ ആ ചാർജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിൻ്റെ എത്ര ചാർജുള്ളതെന്ന് കാണാൻ പറ്റും. അതുപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് രണ്ട് പ്രൊഡക്റ്റിനും ടച്ച് ഉണ്ട്. യൂട്യൂബ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആ ഒരു ബഡ്സിമേ പ്രസ് ചെയ്താൽ മതി, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ടച്ച് സംവിധാനമുള്ള ഒരു സ്മാർട്ട് ബഡ്സാണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്